കണ്ടാകരണം. ഇടതു തൃക്കൈയിൽ പൊക്കണവും ചൂട്ടും ചൂരക്കോലും മണിയും ചീനവാദ്യവും, വലതു തൃക്കൈയെങ്കിൽ കൊടിവിളക്കും ധൂമക്കുറ്റിയും തിരുമുടിയിൽ നെരിപ്പോടും തീയുമായുള്ള കണ്ടാകരണമൂർത്തി. മകനെ, എന്താ ഭയന്നു പോയോ? ഇത് നിന്റെ വിധിയാണ്. വിധിയെ തടുക്കാൻ ബ്രഹ്മാവിന് പോലും ആവില്ലെന്ന് സത്യം എന്റെ കല്ലാടിക്ക് ഞാൻ തന്നെ പറഞ്ഞു തരണോ? പരിഭ്രമിക്കേണ്ട, ഭയപ്പെടേണ്ട. ഞാനെന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. വളരെയധികം മനസ്സ് നിറയ്ക്കുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ ഒരു സമർപ്പണം, ഒരു പെർഫോമൻസ് എന്നതിനേക്കാൾ ഉപരി ഒരു സമർപ്പണമാണ് അസ്നേഷ് നമുക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി ചെയ്തത്. ഇതിനെക്കുറിച്ച് അധികം ഞാൻ പറയുന്നേക്കാളും ഒരൊറ്റ കാര്യം എനിക്ക് പറയേണ്ടതായിട്ടുള്ളൂ.
ഇവൻ്റെ ഒപ്പം ഇപ്പോൾ ഈ വന്നിട്ടുള്ളവരാരും സപ്പോർട്ട് ഡാൻസേഴ്സ് ഒന്നുമല്ല, അവൻ്റെ കുടുംബമാണ്. കണ്ണൂരിൽ നിന്ന് അവൻ്റെ കുടുംബം മുഴുവനാണ് ഇന്ന് ഇത് ഭംഗിയായിട്ട് നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് അവന് സപ്പോർട്ടിനായിട്ട് എത്തിയിട്ടുള്ളത്. ശരിക്കും ഒരു ഫാമിലി ആക്ട് എന്നുള്ളത് പൂർണ്ണമായിട്ടും മീൻ ചെയ്യുന്ന രീതിയിലാണ് നിന്റെ കുടുംബം നിന്റെ ഒപ്പം നിന്നിട്ടുള്ളത്. ഏറ്റവും അധികം ഫാമിലി മെമ്പേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പെർഫോമൻസ് അസ്നേഷിന് നമ്മൾക്കായി കാഴ്ചവെക്കാൻ പറ്റി. അതുകൊണ്ട് ആദ്യം തന്നെ ആ ഒരു എഫേർട്ടിനും ആ സ്നേഹത്തിനും നിങ്ങൾ കുടുംബക്കാരെ എല്ലാവരും കൂടെ നമ്മുടെ കണ്ടസ്റ്റന്റിന് കൊടുക്കുന്ന സ്നേഹത്തിനും ഒരുപാട് നന്ദി. ഞാൻ ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, തെയ്യം കാണുന്ന എല്ലാവർക്കും ഭയങ്കര ഒരു വിഷ്വൽ നല്ലൊരു, അതായത് തെയ്യത്തിൻ്റെ പോസിറ്റീവ് ഭാഗങ്ങൾ മാത്രമേ ആൾക്കാർ അറിയുന്നുള്ളൂ. അങ്ങനെ തെയ്യം കലാകാരന്മാർ ഒരു 18 വയസ്സിൽ തെയ്യം കെട്ടിക്കഴിഞ്ഞാൽ ഒരു 40-45 വയസ്സാകുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു രോഗത്തിൽ അടിമപ്പെടും. കാരണം കൈ മുതൽ തല തൊട്ട് കാല് വരെ കെട്ട് എപ്പോൾ ഉണ്ടാവും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അപ്പം അങ്ങനെ രക്തോട്ടത്തിൻ്റെ അങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ട് അങ്ങനെ ഓരോ രോഗങ്ങൾ പെടുന്ന അതൊന്നും ആരും അന്വേഷിക്കുന്നില്ല. അതുപോലെ തന്നെ ഇത് ഒരു റിയൽ സ്റ്റോറിയാണ്. ഈ കണ്ടാരണം തെയ്യം ഇങ്ങനെ അരങ്ങത്ത് പോവുകയും അശ്രദ്ധ മൂലം ഇങ്ങനെ ചില സംഭവങ്ങൾ പറ്റുകയും അങ്ങനെ അയാൾ തിരിച്ചു വരികയും ചെയ്തില്ലേ. നീ അവതരിപ്പിച്ചത് ശരിക്കും നടന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് ക്ലൈമാക്സിൽ ദൈവത്തിന് എല്ലാവരും ഒന്ന് കൈയടിക്കണം. ഞാൻ അറിഞ്ഞിടത്തോളം ഇത്തരത്തിലുള്ള രൂപങ്ങൾ ശരിക്കും കോമ്പറ്റീഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഐറ്റം ആയിട്ടോ ഒന്നും യൂസ് ചെയ്യാറില്ല അല്ലേ അച്ഛാ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ കൊണ്ടുവരാൻ അങ്ങ് കുറച്ച് കഷ്ടപ്പെട്ടോ അതോ എന്തെങ്കിലും ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നോ? നമ്മളിവിടെ ചെയ്തത് ഈ ദൈവത്തിൻ്റെ പൂർണ്ണ രൂപമല്ല. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മഹത്തായ തലപ്പാളി പോലും ഉപയോഗിക്കാതെ നമ്മൾ ഇതിനെ അപൂർണതയിലാണ് സംഭവം. ഏത് കാണുന്ന എല്ലാവർക്കും ഇത് മനസ്സിലാവും. പക്ഷേ ഇവിടെ ഈ ഒരു വിഷയം പറയാൻ ഇത് ആവശ്യമായി വന്നപ്പോൾ ഒരു രൂപം അപൂർണതയിൽ നമ്മൾ ഇവിടെ ഉണ്ടാക്കി എന്നല്ലാതെ അത് ശരിക്കും കണ്ടാണ് ദൈവത്തിൻ്റെ ഭാഗമേ അല്ല. പുറത്ത് അവതരിപ്പിക്കാൻ ഒരു കാരണവശാലും നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ ജീവിതമാണ്. പക്ഷേ നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവരും മനസ്സിലാക്കി നമ്മളോട് അല്പം കരുണ കാണിക്കാനുള്ളൊരവസരം ഇവിടെ കിട്ടിയപ്പോൾ അത് വിനിയോഗിച്ചു. അപ്പോൾ നമുക്ക് ഞങ്ങളുടെ ജഡ്ജസിലോട്ട് പോകാം. ഈ ഒരു റിയാലിറ്റി ആക്ട് ആണ് ഇവരോട് ഷോക്കേസ് ചെയ്തത്. അപ്പം ഞാൻ ജൂഡേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. അസ്നേഷാണ് ശരിക്കും നമ്മുടെ ഫാമിലി റൗണ്ട് മുതലാക്കി എന്ന് പറയുന്നത്. ഫുൾ ഫാമിലി കൊണ്ടുവന്നു. ഭയങ്കര സന്തോഷമായി. കാരണം ഇത്രയും പേര് ഇതിനു വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ ഒരു ഷോയ്ക്ക് വേണ്ടി ഇത്രയും നിങ്ങളെല്ലാവരും അത്രയും ദൂരെ യാത്ര ചെയ്ത്, എല്ലാവർക്കും ഒത്തിരി കാര്യങ്ങൾ വേറെ ഉണ്ട്, അതൊക്കെ മാറ്റി വെച്ച് നമ്മുടെ ഷോയ്ക്ക് വേണ്ടി വന്നതിൽ ഒത്തിരി താങ്ക്സ് ഉണ്ട്. ആദ്യം തന്നെ ഒരു കാര്യം പറയൂ. നമ്മൾ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ശരി, ആർക്കാണ്? ജഡ്ജസിന് വേണ്ടി ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് 3 ജഡ്ജസിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചാലോ? വരൂ, ആ ഗിഫ്റ്റ് നിങ്ങൾ ഇവിടുന്ന് തന്നെ സ്വീകരിക്കൂ. അപ്പം അസ്നേഷിന്റെ കുടുംബം നമ്മുടെ ജഡ്ജസിനായി കൊണ്ടുവന്ന ഗിഫ്റ്റ് ഏൽപ്പിക്കുകയാണ്. ഓ, ബ്യൂട്ടിഫുൾ. ഇങ്ങനെ മനസ്സിലായോ? തെയ്യത്തിന്റെ ഒരു ആർട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും നേരം നിന്ന് ക്യാമറമാൻ 24x ലെൻസ് ഇട്ട് ഞങ്ങളുടെ എല്ലാവരും ഒരു ഫോട്ടോ എടുത്തോളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും വാൾസിലൊക്കെ തൂക്കി വെക്കാൻ ഇതൊരു വലിയൊരു ഓർമ്മ തന്നെയാണ് നമ്മുടെ അസ്നേഷിന്റെ കുടുംബം നിങ്ങൾക്കായി സമ്മാനിച്ചത്. നമ്മുടെ നാട്, നമ്മുടെ രാജ്യം, ഈ ലോകം തന്നെ അറിയാനും മറക്കാതെ ഓർക്കാനുമായിട്ട് ഈ ഗിഫ്റ്റ് നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉപകാരപ്പെടുത്തുക. കേരളം, ജീവിത വിസ്മയങ്ങൾ.